കോൺഗ്രസിന്റെ UDFന്റെ പുതുയുഗ യാത്രയ്ക്ക് ഇന്നിപ്പോൾ കാസർഗോഡ് തുടക്കമാവുകയാണ്. യാത്ര ക്യാപ്റ്റൻ വി ഡി സതീശൻ മീഡിയ വണ്ണൊപ്പം തത്സമയം ചേരുകയാണ്. മുഹമ്മദ് അസ്ലമിനൊപ്പം. നവയുഗ യാത്രയുമായി പുതുയുഗ യാത്രയുമായി പ്രതിപക്ഷ നേതാവ് കുമ്പളത്ത് തുടങ്ങുകയാണ്. എന്താണ് ഇതിലൂടെ ശരിക്കും കേരളത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതൊരു പുതുയുഗത്തിൻ്റെ ആരംഭമാണ്. ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിലെ വരാനിരിക്കുന്ന തലമുറകൾക്ക് മുഴുവൻ പ്രതീക്ഷകൾ നൽകുന്ന, കേരളത്തെ അടിസ്ഥാനപരമായി മാറ്റിയെടുക്കാൻ കഴിയുന്ന നിരവധി പദ്ധതികളും നിരവധി വികസന മാറ്റങ്ങൾ അടിസ്ഥാനപരമായി കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികളെല്ലാം വിശദീകരിക്കുന്ന ഒരു യാത്ര കൂടിയാണ്. പരമ്പരാഗതമായി കേരളത്തിൽ പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യാത്ര നടത്തുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. രാഷ്ട്രീയ കാര്യങ്ങളും പ്രധാനപ്പെട്ട വിഷയങ്ങളും പറയും. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് വരാൻ പോകുന്ന കേരളത്തെക്കുറിച്ചുള്ള വളരെ 2 വർഷക്കാലമായി കഠിനാധ്വാനം നടത്തി രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകളുടെ സേവനം കൂടി വാങ്ങിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയ ആ പ്രോഗ്രാമുകളുടെ കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിൽ പല പദ്ധതികളുണ്ട്, പക്ഷേ പദ്ധതികൾ മുന്നോട്ട് പോകാൻ സാമ്പത്തിക പ്രശ്നം. ഇതിനെ മറികടക്കുന്ന ഒരു സംഗതിയില്ലാതെ വികസനം മുന്നോട്ട് പോകുന്ന ചോദ്യമാണ്. എന്താണ് അതിന് UDF മുന്നോട്ട് വയ്ക്കുന്ന കാര്യം? തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ പദ്ധതികളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആദ്യമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നത് GST ആണ്, എൻഡ് പോയിന്റ് ടാക്സ് ആണ്. കേരളം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. കേരളം ആകേണ്ടിയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GST വന്നാൽ ഏറ്റവും ഗുണം കിട്ടേണ്ട സംസ്ഥാനം. 30% ടാക്സിൻ്റെ വളർച്ച കിട്ടുമായിരുന്നു. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഗവൺമെൻറ് ഒരു തരത്തിലും ഈ വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ അവർ നമ്മുടെ നികുതി ഭരണ സംവിധാനം അത് പുനഃസംഘടിപ്പിച്ചില്ല. ഞങ്ങൾ നിരന്തരമായി, ഞാൻ തന്നെ നിരന്തരമായി നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ്. ഇന്ത്യയിലെ 90% സംസ്ഥാനങ്ങളും അത് പുനഃസംഘടിപ്പിച്ചു. പല സംസ്ഥാനങ്ങളും നമ്മളെക്കാൾ കൂടുതൽ നികുതി കിട്ടുന്നുണ്ട്. ഞങ്ങളെല്ലാം അത് പരിശോധിച്ചു. അപ്പോൾ നികുതി ഘടന, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം റീസ്ട്രക്ചർ ചെയ്താൽ തന്നെ വലിയ വ്യത്യാസം വരും. പിന്നെ നികുതിയിലെ ലൂപ്പ് ഹോൾസ് അടയ്ക്കണം, അത് ചെയ്യണം. ഇതെല്ലാത്തിനും പുറമേ ആയിട്ട് ഈ ലീക്കേജ് ഉണ്ട് ഒരുപാട് സ്ഥലത്തേക്ക്, അത് നമ്മൾ നിയന്ത്രിക്കണം. ഇതിലെല്ലാത്തിനും പുറമേ ആയിട്ട് സമ്പദ് വ്യവസ്ഥ, ഇക്കോണമിയെ ഷൂട്ടപ്പ് ചെയ്യണം. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഒരുപാട് കാര്യങ്ങളും വന്ന് ചെറുകിട ഇടത്തരം സംരംഭങ്ങളും വലിയ പ്രോജക്റ്റുകളും വന്ന് സമ്പദ് വ്യവസ്ഥയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് വേണ്ടത് ഒരു സ്റ്റിമുലസ് പാക്കേജാണ്, ഉത്തേജക പാക്കേജാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തേജക പാക്കേജാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് റെമിറ്റൻസ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു 10% തൽക്കാലത്തേക്ക് കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി കൂടി പ്രയോജനപ്പെടുത്തിയാൽ വലിയ മാറ്റം പെട്ടെന്നുണ്ടാവും. നമ്മുടെ നികുതി വരുമാനം വർദ്ധിക്കും. പിന്നെ നികുതി ചോർച്ച തടയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. വളരെ പെട്ടെന്ന് സമ്പദ്ഘടനയിൽ മാറ്റം വരും. അത് ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ വന്നാൽ അതാണ് എക്കോണമി ഷൂട്ടപ്പ് ചെയ്ത് നമ്മുടെ എക്സ്ചക്കർ നിറയ്ക്കുക എന്നുള്ളതാണ്, ഖജനാവ് നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് തന്നെ.